ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി വന്ന് കഥകളിൽ തട്ടാണ് കേട്ടോ. എടി ശ്രുതി, നീ അവിടെ എന്തെടുക്കടി പെണ്ണേ ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രീതി അങ്ങോട്ടേക്ക് വരികയാണ്. അമ്മായി, അവൾ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ, അവൾ എന്തോ വലിയ വിഷമത്തിലാ. അവൾക്ക് എന്ത് വിഷമം? അവൾ നമുക്കല്ലേ വിഷമം ഉണ്ടാക്കി തരുന്നത്. അല്ലേലും പണ്ടേ ഉള്ളതാ. നല്ല കാര്യം ഒന്നും അവളുടെ തലയിൽ കയറില്ല എന്ന് പറയാൻ കേട്ടോ അമ്മ. ശ്യാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ പറഞ്ഞിട്ട് എത്രയായി? ഇതുവരെ അവൾക്കതിൻ്റെ വല്ല അനക്കവും ഉണ്ടോ? എന്തൊരു അഹമ്മദിയാ ആ പെണ്ണിന്. അപ്പം ശ്യാം അങ്ങോട്ടേക്ക് വരികയാണേ. ശ്യാമോൻ വന്നോ? എന്താ വരാത്തതെന്ന് ആലോചിച്ചതേ ഉള്ളൂ. എന്താ മോനെ, എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഇല്ല, ഒന്നുമില്ല. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ആ വന്നിരുന്നു. ശ്രുതി ജോലിക്ക് പോകുന്ന വീട്ടിൽ അശ്വിൻ സാർ വന്നിരുന്നു. അശ്വിൻ അങ്ങനെ ചെയ്യാൻ യാതൊരു വഴിയുമില്ല എന്ന് ശ്യാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ ചോദിച്ചത് എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, വേറെ ആരെങ്കിലും വന്നിരുന്നോ? ഇവിടെ അടുത്ത് താമസിക്കുന്നവർ മറ്റോ? ഇല്ലല്ലോ. ഇവിടുത്തെ ഗേറ്റിലെ എന്നെയും ശ്രുതിയെയും പറ്റി ആരോ എന്തോ എഴുതി വെച്ചിരിക്കുന്നു. അത് നിങ്ങളാരും കണ്ടില്ലേ എന്ന് ചോദിക്കണേ. ആര്? എന്തെഴുതി വെച്ചു എന്നാ? എവിടെ? ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മായി പ്രീതിയെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് ഗേറ്റിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കൃഷ്ണ ഭഗവാനെ, ആരാ ഈ തോന്നിയാസം ഇവിടെ ചെയ്തത്? ആരാടാ, ഏതവനാടാ ഇത് എഴുതിയത് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാം അവിടെ വന്നിട്ട് ഏതവനാണെങ്കിലും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് വാടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രമീള പറയുന്നുണ്ട്, വേണ്ട മോനെ, ഇനിയും ഇതിന് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയാൻ കേട്ടോ. ആരെങ്കിലും വല്ല തമാശയും കാണിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ടാണ് തമാശ കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് അമ്മായി സമാധാനിപ്പിച്ച് അയക്കാൻ കേട്ടോ ശ്യാമിനെ. എന്നിട്ട് ശ്യാം ശ്രുതിയുടെ അച്ഛൻ്റെ റൂമിലേക്കാണ് പോകുന്നത്. ഈ വൃത്തികേട് ചെയ്തവൻ ആരായിരുന്നാലും നാളെ ഞാൻ അവനുള്ള മറുപടി കൊടുത്തിരിക്കും. ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് അച്ഛൻ്റെ ചെവിയിൽ പോയി പറയുന്നുണ്ട്, അങ്കിളെ, ഇതൊക്കെ ശ്യാമിൻ്റെ ബുദ്ധിയാ. ഇതൊക്കെ ചെയ്യിച്ചത് എന്തിനാണെന്നറിയാമോ? അങ്കിളിൻ്റെ മോളുടെ മനസ്സ് മാറാൻ. ഇനിയിപ്പം അവൾ സമ്മതിക്കാനുള്ള വിദ്യയൊക്കെ എൻ്റെ കൈവശമുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അമ്മായി വന്നിട്ട് ശ്രുതി എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതി, വാതിൽ തുറക്ക്, അല്ലെങ്കിൽ ഞാൻ ഇത് ചവിട്ടി പൊളിക്കണം എന്നൊക്കെ ചോദിക്കണം കേട്ടോ. കണ്ടില്ലേ അങ്കിളെ, രാധയാൻ്റെ ആകെ വയലൻ്റ് ആയിരിക്കുക. ഒക്കെ വെറുതെയാ. ഈ വക്കീലിൻ്റെ കുട്ടുബുദ്ധിയിൽ തോന്നിയ ഐഡിയ ആണ്. പക്ഷേ പ്രയോജനം കാണുന്നുണ്ട് കേട്ടോ. ഈ നാട്ടുകാർ പാവങ്ങൾ, അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇനി നടക്കാനിരിക്കുന്ന പോരും അങ്കിള് കാണാനിരിക്കുന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പുന്നാരമോൾ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഇതിനും വലുത് ഈ വീട്ടിൽ തന്നെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് കേട്ടോ. എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടല്ലോടോ തനിക്ക് എന്നൊക്കെ എൻ്റെ മോൾ എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഈ സ്വീറ്റ് താൻ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ജിലേബി അയാളുടെ വായിൽ കുത്തി കയറ്റുകയാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ അമ്മായി ശ്രുതിയെയും വിളിച്ചിട്ട് ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടേ. ഇത് നീ കണ്ടോ? നീ ഒറ്റ ഒരുത്തി കാരണം എൻ്റെ കുടുംബത്തിൻ്റെ മുഖത്ത് നാട്ടുകാർ ഇത് എഴുതി വെച്ചത്. നീ ഒറ്റ ഒരുത്തിയുടെ അഹങ്കാരം കാരണം ഇനി ഞാൻ എന്തെല്ലാം നാണക്കേടും സഹിക്കണം എൻ്റെ ഭഗവാനെ. അപ്പൊ പ്രീതി പറയുന്നുണ്ട്, ശ്രുതി എന്ത് കാണിച്ചെന്നാ അമ്മായി ഈ പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ, നീ മിണ്ടരുത്. ഇവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ ഈ വൃത്തികേട് നാട്ടുകാർ ഇവിടെ എഴുതി വെക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ശ്യാമ് അങ്കിൾ എന്തു പറ്റി അങ്കിൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഓടിപ്പോവാണ് കേട്ടോ. അശോകേട്ടാ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഓടിപ്പോവാണ്. എന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അച്ഛൻ്റെ കാലിൻ്റെ അടുത്ത് ചെന്നിട്ട്, അച്ഛയ്ക്ക് ഇത് എന്ത് പറ്റാൻ? നീ കാരണം എൻ്റെ ഏട്ടന് മനസ്സ് വിഷമിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും നിന്റെ തലയിലൊന്നും കയറുന്നില്ലല്ലോ. ശ്യാമിനെങ്കിലും ഇവളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, അതൊക്കെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം അമ്മായി എന്ന് പറയുമ്പോൾ, ഇതിനെപ്പറ്റി സംസാരിക്കാതെ പരിഹാരം കാണാതെ ഏട്ടന് സുഖമാവില്ല. എന്നിട്ട് അശോകേട്ടനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഏട്ടൻ്റെ പുന്നാര മോളുടെ മനസ്സ് അത്രയ്ക്ക് കല്ലാണ്. ആര് പറഞ്ഞാലും അവൾക്ക് അവളുടേതായ തീരുമാനമാണ്. പറക്കം പറ്റാത്ത പ്രായത്തെ ഇവളെ ഏറ്റെടുത്തതല്ലേ പ്രമീളേച്ചിയും അശോകേട്ടനും. സ്വന്തം മോളെ പോലെ വളർത്തിയില്ലേ. എന്നിട്ടും നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും അവൾ വില കൽപ്പിക്കുന്നുണ്ടോ നോക്കിയേ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ശ്രുതിക്ക് അങ്ങ് മനസ്സ് തകരാണേ. അവസാനം അത് സംഭവിക്കുകയാണ്. എനിക്ക് സമ്മതാ, നിങ്ങൾ തീരുമാനിക്കുന്ന കല്യാണത്തിന് എനിക്ക് സമ്മതാ എന്ന് പറയാൻ കേട്ടോ. അപ്പം അമ്മായി ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? ശ്യാമോനുമായിട്ടുള്ള കല്യാണത്തിന് നിനക്ക് സമ്മതാണെന്നോ? എനിക്കിത് ആദ്യം പറഞ്ഞാൽ എന്താ മോളെ? എൻ്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആരതി ഒഴിയുന്നുണ്ട് ശ്രുതിയെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യേ.